ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുമോ എന്നുള്ള ആശങ്ക ഇന്ത്യക്കുമുണ്ട്, ലോകരാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാർക്ക്, ഇന്ത്യയെ സ്നേഹിക്കുന്ന ലോകരാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരു യുദ്ധം നടക്കുമോ? ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന് പറയുന്നത് ഇന്ത്യൻ സേനയുടെ സർവ്വസൈന്യാധിപയാണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്. യുദ്ധം പ്രഖ്യാപിക്കുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി 5 ദിവസം ഹിമാചൽ പ്രദേശ് പര്യടനത്തിന് പോകാൻ തീരുമാനിച്ചിരുന്നു. ആ പര്യടനം റദ്ദാക്കി. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന് വേണ്ടി രാഷ്ട്രപതിയോട് പറഞ്ഞിരിക്കുന്നു, ഡൽഹിയിൽ തന്നെ ഉണ്ടാവണം. ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഞാൻ പറയുന്ന സാഹചര്യങ്ങൾ നോക്കിയിട്ട് യുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഒരു തീരുമാനത്തിൽ എത്തട്ടെ, അതിനുവേണ്ടി പറയാം. എന്നിട്ട് ഞാൻ വേറെ വളരെ കൗതുകകരമായ നമ്മുടെ ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ കൂടി പറയാം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമാണ് റഷ്യ, അല്ലേ? റഷ്യയുടെ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ നല്ല പങ്കും റഷ്യൻ ആയുധങ്ങളാണ്. റഷ്യയുടെ വിക്ടറി ഡേ ആണ് മെയ് 9. വിക്ടറി ഡേയിൽ പങ്കെടുക്കാൻ വ്ളാദിമിർ പുതിൻ നരേന്ദ്രമോദിയെ നേരിട്ട് ക്ഷണിച്ചിരുന്നു. ലോകത്തിൽ നിന്ന് ഇന്ത്യയെ കൂടാതെ റഷ്യ ക്ഷണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്. ഷീ ജിൻപിങ്ങും മോദിയും ഒരേപോലെ റഷ്യയ്ക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് രണ്ടുപേരും വരണമെന്ന് പുടിൻ നേരിട്ട് ക്ഷണിച്ചു. അതിന് വേറെ പ്രാധാന്യം കൂടിയുണ്ട്. അവിടെ റഷ്യയിൽ വെച്ച് മോസ്കോയിൽ നടക്കുന്ന വിക്ടറി ഡേ പരേഡിൽ ഇവർ രണ്ടുപേരും പങ്കെടുത്താൽ ഒരുപക്ഷെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സംഭാഷണം അവിടെ നടക്കും. കാരണം രണ്ട് രാജ്യങ്ങളുടെയും അടുത്ത സുഹൃത്താണ് റഷ്യ. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു മേൽക്കൈ, ഒരു ഇടപെടൽ റഷ്യക്ക് നടത്താൻ കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യക്ക് എന്തുകൊണ്ടും ഗുണകരമായിരുന്നു. ആ പോക്ക് മോദി മാറ്റിവെച്ചിട്ട് പറഞ്ഞു രാജ്നാഥ് സിംഗ് പോട്ടെ എന്നാണ് തീരുമാനിച്ചത്. ഇപ്പോൾ കിട്ടുന്ന വാർത്ത രാജ്നാഥ് സിംഗും പോകുന്നില്ല. പകരം ജൂനിയർ പ്രതിരോധ മന്ത്രിയായ സഹമന്ത്രിയായിരുന്ന സഞ്ജയ് സേത്തിനെയാണ് വിടുന്നത്. എന്തുകൊണ്ടായിരിക്കും? അത് ഒന്നാമത്തെ സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം, അറബിക്കടലിൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളായ വിക്രാന്ത്, വിക്രമാദിത്യ രണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. കറാച്ചി, ഗദ്വാർ തുറമുഖങ്ങളെ ലാക്കാക്കി നീങ്ങുന്നു. സൈനിക അഭ്യാസം നടക്കുകയാണ്. പാകിസ്ഥാനും സൈനിക അഭ്യാസം നടത്തി. പാകിസ്ഥാൻ്റെ സൈനിക അഭ്യാസം, നാവിക അഭ്യാസം 3-ാം തീയതി കഴിഞ്ഞു. ഇന്ത്യയുടേത് 7-ാം തീയതി വരെ തുടരും. അപ്പോൾ നമ്മൾ കരുതേണ്ട കാര്യം, പാകിസ്ഥാന് വിമാനവാഹിനി കപ്പലുകളില്ല. ഒരു വിമാനവാഹിനി കപ്പലുകളിൽ ഏതാണ്ട് 40ഓളം വിമാനങ്ങളെ വഹിക്കാൻ കഴിയുന്ന കപ്പലാണ്. വിമാനവാഹിനി പോകുന്നത് ഒരു പ്രോട്ടോക്കോളാണ്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഗവർണറും ഒക്കെ പോകുമ്പോൾ പ്രോട്ടോക്കോൾ പാലിക്കണമെന്ന് പറയുന്നത്. വിമാനവാഹിനി പോകുന്നതിന് പ്രോട്ടോക്കോളുണ്ട്. ഈ കപ്പലിന് ചുറ്റും ഡിസ്ട്രോയർ കപ്പലുകളുണ്ടാവും, ഫ്രിഗേറ്റുകളുണ്ടാവും, ആകാശത്തൂടെ എസ്കോട്ട് പോകുന്ന വിമാനങ്ങളുണ്ടാവും. ഈ കപ്പലിൽ 40ഓളം വിമാനങ്ങളുണ്ടാവും. ഇതിന് അകമ്പടി സേവിച്ച് കടലിനടിയിലൂടെ അന്തർവാഹിനികളുണ്ടാവും. അങ്ങനെ ഒരു മഹാരാജാവ് എഴുന്നള്ളുന്ന പോലെയാണ് ഒരു വിമാനവാഹിനി പോകുന്നത്. അതായത് ഒരു വിമാനവാഹിനി പോകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കടലിലും കരയിലും കടലിനടിയിലുമായി ഏതാണ്ട് 40ഓളം വിമാനങ്ങളും അന്തർവാഹിനികളും കപ്പലുകളും അകമ്പടി ഉണ്ടാകും. അതുപോലുള്ള 2 വിമാനവാഹിനി നമുക്കുണ്ട്. 2 വിമാനവാഹിനിയും അറബിക്കടലിലൂടെ പാകിസ്ഥാനെ ലാക്കാക്കി നീങ്ങി അവിടെ നാവികാഭ്യാസം തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഈ കപ്പലുകൾ അഡ്വാൻസ് ചെയ്യുന്നതെന്ന് പ്രതിരോധ സൈറ്റുകൾ പറയുന്നുണ്ട്. കാരണം ഇത്തവണ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ അത് കരവഴിയോ ആകാശമാർഗമോ ആയിരിക്കില്ല, കടലിലൂടെ ആയിരിക്കും. പാകിസ്ഥാൻ്റെ നേവിയുടെ ശിരസ് തകർക്കുന്ന ഒരു ആക്രമണം. കറാച്ചി തുറമുഖമോ ഗദ്വാർ തുറമുഖമോ ഇന്ത്യ നാവിക ആക്രമണത്തിലൂടെ തകർത്തേക്കാമെന്ന് ലോകത്തിലെ ഡിഫൻസ് സൈറ്റുകൾ വിലയിരുത്തുന്നു. ഇന്ത്യൻ നേവി അഡ്വാൻസ് ചെയ്യുകയാണ്. 2 വിമാനവാഹിനി കപ്പലുകളും ഒരുമിച്ച് ഉണ്ടാവുന്നത് അപൂർവമാണ്. കാരണം ഇത് രണ്ടും ഭയങ്കര കോസ്റ്റ്ലിയാണ്. ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾക്കൊന്നും വിമാനവാഹിനി കപ്പലുകളില്ല. അപ്പോൾ 2 വിമാനവാഹിനിയും ഒരേ സമയം ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ അത്യപൂർവമായ ഒരു സാഹചര്യമാണ് അറബിക്കടലിലുള്ളത്. ഇനി അതിർത്തിയിൽ ഏറ്റവും പുതിയ വാർത്ത, അതിർത്തിയിൽ ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റുകൾ നമ്മൾ ഡിപ്ലോയ് ചെയ്തെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ GPS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ജാം ചെയ്യാനുള്ളതാണ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്, മ്യൂണിഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഓർഡിനൻസ് ഫാക്ടറിയാണ്. ഇന്ത്യക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുന്ന
ഫാക്ടറി. അങ്ങനെ 12 അത് ഓർഡിനൻസ് MIL മ്യൂണിഷൻ ഇന്ത്യ ലിമിറ്റഡ് കൂടാതെ 12 ഓർഡിനൻസ് ഫാക്ടറികൾ നമുക്കുണ്ട്. അവിടെയുള്ള ജീവനക്കാരുടെ ലോങ് ലീവ് എല്ലാം റദ്ദാക്കി. അടിയന്തര സാഹചര്യങ്ങൾ വന്നാൽ 2 ദിവസം വരെ ലീവ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് അതിന് പറയുന്ന ജബൽപൂരിലെ ഓർഡിനൻസ് ഫാക്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ട്, വെടിയുണ്ടകളും ഷെല്ലുകളും ഒക്കെ ഒരുപാട് ഓർഡർ ഉണ്ട്. ഏപ്രിൽ ഞങ്ങളുടെ ടാർഗറ്റ് തികഞ്ഞില്ല, കയറ്റുമതി ചെയ്യാനുള്ള ഒരുപാട് വെടിയുണ്ടകളുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് വലിയ തോതിൽ ജബൽപൂർ ഫാക്ടറികളിൽ ടാർഗറ്റ് തികയ്ക്കാനെന്ന പേരിൽ ഷെല്ലുകളും ഓർഡിനൻസ് വെടിയുണ്ടകളും നിർമ്മിക്കുന്നതിന് വേണ്ടി ഓവർ ടൈം ചെയ്യുന്നു. ബാക്കിയുള്ള ഓർഡിനൻസ് ഫാക്ടറികൾ പറയുന്ന സുരക്ഷാ കാരണങ്ങളാലാണ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ ആയുധ നിർമ്മാണശാലകൾ ജീവനക്കാരുടെ അവധി റദ്ദാക്കി രാപ്പകൽ ഇരട്ടി ഉൽപാദനം നടത്താനുള്ള ഉത്തരവ് പോയിരിക്കുന്നു. എന്തിനായിരിക്കും? ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടും. ഇനി മാത്രമല്ല, എന്തുകൊണ്ട് ഉടനെ ഒരു യുദ്ധമുണ്ടായില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് പലരും പറഞ്ഞതെന്നറിയോ? ഇപ്പോൾ നീറ്റ് പരീക്ഷ നടക്കുകയാണ്. നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ദേശീയ തലത്തിൽ പൊതു എൻട്രൻസ് പരീക്ഷ നടക്കുകയാണ്. ആ എൻട്രൻസ് പരീക്ഷ നടക്കുമ്പോൾ അതിനുവേണ്ടി 10,000-കണക്കിന് കുട്ടികളാണ് പങ്കെടുക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത്രയും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുമ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ, പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങൾ കാശ്മീരിലാണേലും ഗുജറാത്തിലാണേലും രാജസ്ഥാനിലാണേലും ഒക്കെ ആ പരീക്ഷയൊക്കെ മാറ്റിവെക്കേണ്ടി വരും. അപ്പം നീറ്റ് പരീക്ഷ അങ്ങ് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് ഇവനെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഉറി ആക്രമണം നടന്നത് 2016 സെപ്റ്റംബർ 18-നാണ്. നമ്മൾ അതിന് തിരിച്ചടിയായിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് സെപ്റ്റംബർ 29-നാണ്. എന്ന് പറഞ്ഞാൽ 11 ദിവസം കഴിഞ്ഞിട്ടാണ്. രണ്ടാമത് പുൽവാമ ആക്രമണം നടന്നത് 2019 ഫെബ്രുവരി 14-നാണ്. തിരിച്ചടി ഉണ്ടായത് 26-നാണ്, അതായത് 12 ദിവസം കഴിഞ്ഞിട്ട്. പഹൽഗാം ആക്രമണം നടന്നത് ഏപ്രിൽ 22-നാണ്. അങ്ങനെ വരുമ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാവേണ്ടത് എന്നാണ്? ആദ്യത്തെ 11 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടായി, രണ്ടാമത്തെ 12 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടായി. എന്ന് പറയുമ്പോൾ 22-ഉം 8-ഉം 30 കഴിഞ്ഞാൽ ഇനി ഒരു 5 ദിവസം കൂട്ടിയാൽ 7-ാം തീയതി 8-ാം തീയതി എന്നൊക്കെ ആളുകൾ കണക്ക് കൂട്ടുന്നത്. 13 ദിവസത്തിന് ശേഷം, 13 ഒരു മോശം നമ്പറായിട്ടല്ല കാണുന്നത് അല്ലേ? 13 ഇംഗ്ലീഷ് വിശ്വാസപ്രകാരം 13 മോശം നമ്പർ. അപ്പോൾ 13-ാം തീയതി 13 മാറ്റി വെക്കുക. 14-ാം ദിവസമോ 15-ാം ദിവസമോ ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാവുമോ? ഇതാണ് ആളുകൾ സ്പെക്കുലേറ്റീവ് തിയറി വെച്ച് ചോദിക്കുന്നത്. അതായത് ഉറി 11 ദിവസം കഴിഞ്ഞപ്പോൾ, പുൽവാമ 12 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടായി. ഇനിയിപ്പം ഒട്ടനെ തിരിച്ചടി. ഇപ്പം യുദ്ധം ചിലരൊക്കെ പറയുന്നുണ്ട്, കോൺഗ്രസ് അടിക്കുന്നില്ല, കോൺഗ്രസിന് മോദിക്ക് ധൈര്യമില്ല എന്നൊക്കെ പറയുന്നത്. ഇറാൻ കയറി ഇസ്രായേലിനെ ആക്രമിച്ചില്ലേ? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്? മാസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലേ? നമ്മൾ പറയുന്ന യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കമ്പ്യൂട്ടർ ഗെയിമൊന്നും അല്ല യുദ്ധം. നമ്മൾ ഒരു യുദ്ധത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പരമാവധി ആഘാതങ്ങൾ കുറച്ച് ശത്രുവിന് പരമാവധി തിരിച്ചടി കൊടുക്കുക, അതാണല്ലോ വിജയം. അല്ല നമ്മളും മുടിഞ്ഞ് അവനും മുടിഞ്ഞ് യുദ്ധം ജയിച്ചിട്ട് ആർക്കെന്തിനാ? ഒരു കാര്യമില്ല. നമുക്കൊന്നും പറ്റില്ല. നമുക്ക് പരമാവധി ഡാമേജ് കുറയ്ക്കുക, ഡാമേജ് കുറച്ചിട്ട് അവിടെ പരമാവധി ഡാമേജ് ഉണ്ടാക്കുക. ഇതാണല്ലോ യുദ്ധത്തിന്റെ ലക്ഷ്യം. അങ്ങനെയല്ലേ യുദ്ധം ജയിക്കേണ്ടത്? അതാണ് ഇസ്രായേൽ കരുതിയിരുന്നത്. മാസങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇസ്രായേലിന്റെ 100-ലേറെ വിമാനങ്ങൾ പറന്ന് എന്ന് ഇറാനെ തവിട് പൊടിയാക്കിയിട്ട് പോകുന്നത്. എന്നാ നീ ഇങ്ങോട്ട് മിസൈൽ അയച്ചില്ല, എന്നാൽ ഇന്ന് തന്നെ വിട്ടേക്കാന്ന് പറഞ്ഞ് പോയില്ലല്ലോ. എന്തുകൊണ്ടാണ്? അതൊരു വലിയ ടാക്റ്റിക്കൽ തന്ത്രമാണ്. നമ്മൾ യുദ്ധം എന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്ന കമ്പ്യൂട്ടർ ഗെയിം പോലെ നിസാരമായി ചെയ്യാൻ തോന്നുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. പട്ടാളക്കാരൻ യുദ്ധത്തിന് പോവുകയാണേ, കരസേന യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ 50-60 കിലോ ഭാരമുള്ള ബാഗും തൂക്കിയിട്ടാണ് പട്ടാളക്കാരൻ പോകുന്നത്. അവൻ യുദ്ധത്തിന് പോയാൽ വെറുതെ യുദ്ധം വെടിവെച്ചുകൊണ്ടങ്ങ് പോവുകയല്ല. അവൻ എന്ത് കൊടുക്കണം? സമയാസമയങ്ങളിൽ അവന് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, അവൻ്റെ അമ്യുനേഷൻ അതായത് ആയുധങ്ങൾ സമയാസമയങ്ങളിൽ മാറ്റണം. ഇതിനൊക്കെ സമാന്തരമായി വേറെ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇനി അവിടെ പരിക്ക് പറ്റുന്നവരുണ്ട്, അവരെ അപ്പം തന്നെ ഇവാക്വേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കണം. നമ്മുടെ സേന സജ്ജമാണെന്ന് പറഞ്ഞാൽ എപ്പോഴും യുദ്ധസജ്ജമാണ് സേന. പക്ഷേ അതിന് കടന്നു പോകുന്ന വഴിയിലൊക്കെ പാകിസ്ഥാൻ അറിയാം, ഇന്ത്യ ചിലപ്പം കരയാക്രമണം നടത്തും. അവർ മൈനുകൾ വിതറിയിട്ടുണ്ടാവാം. അപ്പോൾ മൈനുകൾ വിതറിയിട്ടുണ്ടെങ്കിൽ ആ മൈനുകളൊക്കെ ഡിഫ്യൂസ് ചെയ്ത് അത് ഒഴിവാക്കി പോകണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടേ യുദ്ധത്തിനിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ യുദ്ധം നമ്മളെപ്പോഴും സേന റെഡിയാണെങ്കിൽ പോലും സേന റെഡി 1, 2, 3 പറഞ്ഞ് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതിന് ശേഷം
വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് നമ്മൾ ആ തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോൾ ഏതാണ്ടൊക്കെ നമ്മൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധം വരും എന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത്. രാഷ്ട്രപതി നമ്മുടെ സേനയുടെ സർവ്വസൈന്യാധിപയായ രാഷ്ട്രപതിയോട് ഡൽഹിയിൽ നിന്ന് ഹിമാചലിലേക്ക് 2 മണിക്കൂർ പറഞ്ഞാൽ മതി. സാർ, അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ അസീം മുനീർ ആണല്ലോ ഇതൊക്കെ തുടക്കമിട്ടത്. ഈ മുനീറിനെ പിന്നെ കാണാനില്ലല്ലോ. അല്ല, മുനീറിനെ സംബന്ധിച്ച് മുനീർ ഇപ്പം നമ്മൾ നേരത്തെ കേട്ടില്ല, ബാജ്വ എന്ന് പറയുന്ന ഒരു സൈനിക മേധാവി ഉണ്ടായിരുന്നു. അയാളുടെ അങ്ങനെയാണ് അയാളുടെ പേരെന്ന് തോന്നുന്നു. അയാളുടെ കാലത്താണ് അഭിനന്ദ് വർദ്ധമാനെ പിടിച്ചോണ്ട് പോയി അയാളെ നമ്മുടെ പൈലറ്റിനെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു. ഇന്ത്യ ആവശ്യപ്പെട്ട് വിട്ടു തരണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ നിരുപാധികം വിട്ടു തന്നു. അന്നേരം വർദ്ധമാൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ജനറൽ പറഞ്ഞത്, ചുമ്മാ അയാളെ ഉപദ്രവിക്കാനും നിൽക്കരുത്, എൻ്റെ കയ്യിൽ കാശുമില്ല, ആളുമില്ല, അർത്ഥമില്ല, യുദ്ധത്തിന് പോയാൽ ദയനീയമായി നമ്മൾ പരാജയപ്പെടും, മര്യാദയ്ക്ക് വിട്ടുകൊടുത്തേക്ക് എന്ന് പാകിസ്ഥാൻ ജനറൽ ഉത്തരവിട്ടു എന്നാണ് പറയുന്നത്. കാരണം അയാളൊരു മിലിറ്ററി മാനാണ്, സൈനികനാണ്. തൻ്റെ രാജ്യത്തിൻ്റെ കപ്പാസിറ്റി എന്താണ്, തൻ്റെ ശേഷി എന്താണെന്ന് കൃത്യമായിട്ടറിയാം. ഇന്ത്യയെ പോലെയുള്ള ഒരു ഗ്ലോബൽ പവറായി മാറിയിരിക്കുന്ന ഇന്ത്യയോട് മുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി ബോധ്യം ആ മിലിറ്ററി ജനറലുണ്ട്. നമ്മളൊരു ശത്രുവിനോട് യുദ്ധത്തിന് പോകുമ്പോൾ ശത്രുവിനെ കരുത്തറിയണ്ടേ? ഒരു ഭയങ്കര പൊണതടിയനായ ഒരു ജിമ്മനോട് പോയി നമ്മൾ ഇടിയുണ്ടാക്കാൻ പോയാൽ നമുക്ക് ഇടിയുണ്ടാക്കാന്നല്ല, അവൻ കൂട്ടി നമ്മളെ എടുത്ത് ഭിത്തിയിലിടിക്കും. അത് ബോധ്യപ്പെടുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ശേഷിക്കൊത്തുള്ള ആളുകളോട് മുട്ടുക. ശേഷിയില്ലെങ്കിൽ നമ്മൾ കീഴടങ്ങുക, അല്ലെങ്കിൽ സമരസപ്പെടുക, അല്ലെങ്കിൽ കോംപ്രമൈസിന് പോവുക. ഇതാണ് വേണ്ടത്. അതുകൊണ്ട് വിട്ടയക്കുക എന്ന് പറയാനുള്ള ഒരു ബോധ്യം, ധാരണ അന്നത്തെ ജനറലുണ്ട്. പക്ഷേ ഇയാൾ അങ്ങനെയല്ല. ഇയാളെ സംബന്ധിച്ച് ഇയാളൊരു മദ്രസ പ്രൊഡക്റ്റാണ്. മദ്രസയിൽ പഠിച്ച് വന്ന് മതജീവിയായിട്ടുള്ള ഒരാളാണ്. ഒരു ലീവ് ആപ്ലിക്കേഷൻ ഇയാൾക്ക് കൊടുക്കുമ്പോൾ പോലും ഇയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ മറ്റ് ജനറൽമാരോ ലഫ്റ്റനന്റ് ജനറൽമാരൊക്കെ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ലീവ് ആപ്ലിക്കേഷനിൽ ചോദ്യം എഴുതുന്നുണ്ട്. ഖുറാനിൽ എത്ര സൂറത്തുണ്ട്, അതിനൊക്കെ ഉത്തരം കൂടി എഴുതണം. എന്ന് ജീവിക്കുന്ന എന്ത് തരത്തിൽ തീരുമാനിക്കുന്ന അടിമുടി മതജീവിയായ ഒരാളാണ്. മുള്ള ജനറൽ എന്നാണ് ഇയാളെ വിളിക്കുന്നത്. പേടിച്ച് മുള്ളാത്ത ജനറൽ എന്നല്ല. ഇപ്പം അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഇയാളെ കാണുന്നില്ല, എവിടെ പോയി എന്നറിയില്ല. അയാളെ വലിയ വീരവാദമൊക്കെ മുഴക്കി ഇന്ത്യ തകർത്തുകളെയും കാശ്മീർ ഇങ്ങോട്ട് എടുക്കും, രക്തം ഒഴുകും എന്നൊക്കെ പറഞ്ഞ ആശാനെ കുറേ ആയിട്ട് കാണുന്നില്ല. അയാൾ എവിടെ പോയി എന്നറിയത്തില്ല. നമുക്കറിയില്ല. ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ അജ്ഞാതന്മാരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഇന്നാളൊരു ബ്രിഗേഡിയർ ഭാര്യയായിട്ട് കാറിൽ പോകുമായിരുന്നു, ഭാര്യയും കുടുംബമായിട്ട്. 2-3 പേര് ഒന്ന് തടഞ്ഞു നിർത്തി. ബ്രിഗേഡിയറെ മാത്രം പുറത്തിറക്കി വെടിവെച്ച് വന്നിട്ട് അവരവരുടെ വെട്ടിപ്പോയി. അപ്പോൾ ബ്രിഗേഡിയർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവിടെ നമ്മുടെ അജ്ഞാതന്മാർ, നമ്മുടെ എന്ന് പറയുന്നില്ല, ശ്രമിക്കുക, അജ്ഞാതന്മാർ, നമ്മുടെയാണെന്ന് പറയാൻ പറ്റുമല്ലോ, ആരുടെയാണെന്നറിയില്ല, ആരോ അജ്ഞാതന്മാർ വന്ന് തട്ടിട്ട് പോയി. അപ്പം അജ്ഞാതന്മാരൊക്കെ അവിടെയുണ്ട്. ഒരുപക്ഷെ ഈ മുനീറിനെ അജ്ഞാതൻ തീർത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ നേരത്തെ കേട്ടത് ഈ ആണവ സ്ഫോടനം ഉണ്ടായാൽ അതിൽ നിന്ന് സംരക്ഷണം കിട്ടുന്ന പ്രത്യേക ബങ്കറിനുള്ളിലാണെന്ന് പറയുന്നു. ഇയാളും മുതിർന്ന പല കരസേനാ ഉദ്യോഗസ്ഥന്മാരും ബന്ധുക്കളെയൊക്കെ UK മാറ്റിയിട്ടുണ്ടെന്നുള്ള വാർത്ത വന്നിരുന്നു. ഏതായാലും മുനീർ അന്ന് ആ പ്രസ്താവന നടത്തിയതിന് ശേഷം മുനീറിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. നമ്മുടെ ഖമനയി എന്ന് പറഞ്ഞ വയസ്സൻ പോയിരുന്നത് പോലെ ഏതോ ബങ്കറിലുണ്ടാവാം, അല്ലെങ്കിൽ ഇതിനകം തന്നെ മുനീറിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവാം എന്നും പറയപ്പെടുന്നുണ്ട്. അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. മുനീറിനെ തട്ടിയിട്ടുണ്ടാവാം. പക്ഷേ ഏതായാലും മുനീർ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ സൈനിക വക്താവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. പക്ഷേ മുനീറിനെ കണ്ടിട്ടില്ല, മുനീറിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല, മുനീറിൻ്റെ പ്രസ്താവന വന്നിട്ടില്ല. മുനീർ എവിടെയാണ്? മുനീർ മുനിയായി മാറിയിരിക്കുകയാണ്. ഇനി വാൽമീകം പൊട്ടിച്ച് പുറത്തു വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും യുദ്ധം വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഈ പറഞ്ഞൊരു ഉത്തരമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. മുനീറിൻ്റെ തല ഇന്ത്യക്ക് വേണ്ടുന്നൊരു തലയാണ്. ആ തല ഇന്ത്യ എടുക്കുക തന്നെ ചെയ്യും.